കുഞ്ഞുമക്കൾക്ക് തിരുവിരുന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചതിൽ അവിടുത്തേക്കൊരു പദ്ധതിയുണ്ട്. പക്ഷേ പലപ്പോഴും ആ പദ്ധതി നമ്മൾ തിരിച്ചറിയാറില്ല. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷേ അവിടുത്തെ ഓർക്കുവാനോ സ്തുതിക്കുവാനോ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു ജീവനില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജീവൻ വന്നു. എല്ലാവർക്കും സുഖമാണോ? അതെ. ഓക്കെ, സുഖമാണ്. സിസ്റ്റർ ഈ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം ഓർത്ത്. സിസ്റ്റർ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു അച്ഛൻ വന്ന് ചോദിച്ചു, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖമാണോ എന്ന്. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു സുഖമാണെന്ന്. അപ്പോൾ ചോദിച്ചു, ആ ചോദ്യം തെറ്റാണ്. എന്താണ് ആ ചോദ്യം? തെറ്റാണ്. കാരണം നിങ്ങൾക്ക് സുഖമല്ലേ? രാവിലെ എഴുന്നേറ്റ് എന്ത് കിട്ടും? ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. സ്കൂളിൽ പോകുമ്പോൾ ബാഗിലേക്ക് വെക്കാൻ പുസ്തകവും പേനയും പെൻസിലും പിന്നെ ടിഫിനൊക്കെ കിട്ടുമോ? ഇല്ലാതെയാണോ പോകുന്നേ? അല്ല, അതും കിട്ടും. ഷൂയ്ക്ക് ഷൂയ്, പിന്നെ എന്താ വേണ്ടേ, കൊടയ്ക്ക് കൊട, കളിക്കാനുള്ള സാധനങ്ങൾ, ഡ്രസ്സ്, പറഞ്ഞത് എല്ലാം കിട്ടുന്നില്ലേ? സുഖമല്ലേ? അപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് സുഖം, അത് ചോദിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ ചോദ്യം സിസ്റ്റർ ഒന്ന് മാറ്റി ചോദിക്കാം. സന്തോഷമാണോ? അത് പറയുമ്പോ എന്താ, സുഖത്തിന്റെ അത്ര സ്പിരിറ്റില്ലല്ലോ. സന്തോഷമാണോ എന്ന് പരസ്പരം നോക്കി ഒന്ന് ചോദിച്ചു നോക്കി. സന്തോഷമാണോ എന്ന് ചോദിച്ചേ. സന്തോഷാണോ? ഇതിന് മറുപടിയും ചോദിക്കേ. ആണോ? സന്തോഷമാണ്. കുറച്ചു പേർക്കൊക്കെ സന്തോഷമുണ്ട്. എന്നാലും മനസ്സിൽ എന്തുണ്ട്? ചെറിയൊരു ഇല്ലേ? മനസ്സിന്റെ ഏതോ ഒരു കോണിൽ എന്ത് കിടപ്പുണ്ട്? മമ്മി പറഞ്ഞ വാക്കും പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യവും കൂട്ടുകാരിനെ ഇല്ല, എല്ലാം കിടപ്പില്ലേ? ഉണ്ടോ? ഉണ്ട്. സിസ്റ്റർക്ക് അതറിയാം. അതുകൊണ്ടാണ് ഇന്ന് സിസ്റ്റർ സന്തോഷിക്കുവാനുള്ള ഒരു മരുന്ന് കൊണ്ടാ വന്ന് നോക്കുന്നേ. എന്തുകൊണ്ടാ വന്നിരിക്കുന്നേ? മരുന്ന് കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അമ്മ ആദ്യമായിട്ടാ. എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ കുഞ്ഞിലെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ മരുന്ന് കഴിക്കാൻ? അന്ന് നമുക്ക് മരുന്ന് കഴിക്കാം. അന്ന് ആ മരുന്ന് ആദ്യം ഗെയിമിലൂടെയാ സിസ്റ്റർ തരാൻ പോകുന്നത്. ഗെയിം കളിച്ചാലോ? ഒരാളെ അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും പറ്റുകയുള്ളൂ. ഇന്നത്തെ ഗെയിമിലൂടെ എത്രത്തോളം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? അപ്പം നമ്മുടെ ഗെയിം ഇങ്ങനെയാണ്. ഗെയിം കളിക്കാൻ സിസ്റ്റർക്ക് 4 പേരെ വേണം. 2 ഗേൾസും 2 ബോയ്സും വേണം. ആരാ വരുന്നേ? ആദ്യം കൈപൊക്കുന്നവർക്ക് ആദ്യത്തെ ചാൻസ്. അവർ 2 പേരും ഒരേ സ്വരത്തിൽ കൈപ്പൊക്കി. എന്നാൽ അവരെ 2 പേരെ വിളിച്ചാലോ? പോരെ? 2 പേര് പോരെ കേട്ടോ. എന്നാ ബോയ്സ് ഒരാൾ പോരെ. ബോയ്സ് ആരാ വരുന്നത് ആദ്യം? ബോയ്സ്. അയ്യോ, കയ്യേ പൊക്കുന്നില്ലേ? മടിയന്മാരായോ നമ്മുടെ ബോയ്സ്? എന്നാൽ നമുക്ക് ടോമിങ് പോരെ. കൈ അടിച്ച് ടോം വരട്ടെ. അവനൊരു പ്രോത്സാഹനം വേണം. പോരെ? ഇനി ഗെയിം ഇങ്ങനെയാണ്. ഇവിടെ നിന്നോ. ഗെയിം ഇങ്ങനെയാണ്. ഇവരുടെ കണ്ണ് നമ്മൾ കെട്ടും. എന്ത് കെട്ടും? കണ്ണ്. പേടിക്കണ്ട. കണ്ണ് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുൻപിൽ സിസ്റ്റർ ഒരു വ്യക്തിയെ കൊണ്ട് നിർത്തും. പേടിക്കണ്ട, പുറത്തുനിന്നൊന്നുമല്ല, നിങ്ങളുടെ തന്നെ കൂട്ടുകാരിൽ ഒരാളെ കൊണ്ട് നിർത്തും. നിങ്ങളത് തൊട്ടിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഗെയിമിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇത് തുടക്കം മാത്രം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ 3 ക്വാളിറ്റീസ്, ഗുണങ്ങൾ പറയണം. നിങ്ങൾ എന്ത് വേണേലും പറയാം. നല്ലോണം ചിരിപ്പിക്കും, നല്ലോണം പാട്ടുപാടും, പിന്നെന്താ നല്ലോണം പഠിക്കും, അനുസരിക്കും, നല്ലൊരു ഫ്രണ്ടാണ്, എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ ഫ്രീഡമാണ്. പക്ഷേ ആ ഗെയിമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആ വ്യക്തിയെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഓക്കെ, അപ്പം ഗെയിം ആരംഭിച്ചാലോ? ആദ്യം ആരെ കൊണ്ടാണ് ഗെയിം കളിപ്പിക്കണ്ടേ? ആൻസ്ലിൻ ചേച്ചിക്കാണ് നറുക്ക് വീണത്. എന്നാൽ ആൻസ്ലിൻ ചേച്ചി റെഡിയാണോ? ഓക്കെ, എല്ലാവരും പ്രാർത്ഥിച്ചോട്ടോ ആൻസ്ലിൻ ചേച്ചി ജയിക്കാനായിട്ട്. ജയിക്കണ്ട ആൻസ്ലിൻ ചേച്ചി. ഇതെത്രയാ? ആണോ? നല്ല കാര്യം, കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. 0. ഇനി ആരെയാ നമുക്ക് വിളിക്കണ്ടേ? ഒരാളെ വിളിച്ചു. ഇവിടെ നിന്നോട്ടോ. 3 ചാൻസ് ഉണ്ട് ഗസ് ചെയ്യാൻ. ഓക്കെ, ഗസ് ചെയ്തോ? ഷുവർ ആണോ ആരാന്ന്? അമ്മേ, വാവ്, സോ കോൺഫിഡൻറ്റ്. എന്നൊന്ന് പറഞ്ഞ ആരാന്ന്? ശരിയാണോ?
നല്ലൊരു കൈയ്യടി കൊടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി സ്നേഹയുടെ കൈ ഒന്ന് പിടിച്ചേ. പിടിച്ചോ? ഇനി സ്നേഹയുടെ 3 ഗുണങ്ങൾ പറഞ്ഞു. നല്ല ഫ്രണ്ടാണ്. മൈക്ക് എന്ത് ചെയ്യും? സ്നേഹ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ സ്നേഹ നന്നായിട്ട് എല്ലാവരോടും കൂട്ടൊക്കെ കൂടും. നല്ലോണം കൂട്ടുകൂടും. എല്ലാവരെയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. ഓ മിടുക്കി. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ശരി. ഓക്കെ, ആൻസ്ലിൻ നല്ലോണം കളിച്ചിട്ടോ. സ്നേഹയ്ക്കും ആൻസ്ലിനും താങ്ക് യു കേട്ടോ. ഇനി അടുത്തത് ആരെയാ? ടോംസ്. നീ മൈക്കൊന്ന് പിടിച്ചു. ടോംസിന് ഭയങ്കര പേടിയാ. ടോംസിന്റെ പേടി മാറ്റണം നമുക്ക്. ഓക്കെ, ഇപ്പൊ ടോംസിന്റെ ഫ്രണ്ട് ഇപ്പൊ വരുന്നുണ്ട്. പ്രാർത്ഥിച്ചോ. ഇതെത്രയാ? ആ 1. ഓക്കെ, കറക്റ്റാ പറഞ്ഞു. ഇനി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗേൾ ആണോ ബോയ്? ഓക്കെ. 3 ഷുവറാണോ? നീ ഷുവറാ? എന്നാ പറയാല്ലേ. ഇതാരാന്നൊന്ന് പറഞ്ഞേ. കറക്റ്റാ? അയ്യോ, നല്ലൊരു വീഡിയോ എടുത്തേ. വെരി ഗുഡ്. ആ, ബർണാഡാണോ? ഓക്കെ. ഇനി ബർണാഡിന്റെ കൈയൊന്ന് പിടിച്ചേ. ഇനി പറഞ്ഞു. മാറി പറയണം കേട്ടോ. സെയിം ഗുണങ്ങളാണോ എല്ലാവർക്കും? എത്രയോ ഗുണങ്ങളുണ്ട്. മാറി മാറി പറ. നന്നായിട്ട് പഠിക്കും. നന്നായി പഠിക്കും. മിടുക്കൻ. പിന്നെ ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഉണ്ട്, ശ്രദ്ധയുണ്ട്. വെരി ഗുഡ്. ഇവൻ എപ്പോഴും ഞങ്ങളോട് വന്ന് ഫ്രണ്ട്ലി ആവാറ്. ഫ്രണ്ട്ലി ആവാറുണ്ട്. ഓക്കെ, നല്ലൊരു കൈയടി കൊടുത്തേ. ദേവി, എല്ലാരും ജയിക്കൂലോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി ആരാ വരുന്നേ ഗെയിം കളിക്കാൻ? ദിയോൾ. നീ സിസ്റ്റർ ചൂസ് ചെയ്യ. ആരാണ്? നിശബ്ദമായിരുന്ന് മോളെ വിളിക്കാം. മോളുടെ ഫ്രണ്ട് മോളുടെ മുന്നിലുണ്ട് ഇപ്പൊ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞു. ആൻമരിയ. ദൈവം എന്ന കൈ പിടിച്ച് നീ പറഞ്ഞു. അയക്കില്ല. നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു കുട്ടി. എല്ലാരും നല്ല കുട്ടികളല്ലേ. വേറൊരു ഗുണം പറ. നന്നായിട്ട് പഠിക്കും. അത് നേരത്തെ പറഞ്ഞ കോപ്പി അടിക്കുന്നുണ്ടോ? വേറെ പറ. നന്നായിട്ട് ചിത്രം വരയ്ക്കും. ചിത്രം വരയ്ക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അമ്മേ, ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ പറഞ്ഞോ. സുന്ദരിയാണ്. സുന്ദരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു കൈയടി കൊടുത്തേ. രണ്ടുപേരും സുന്ദരികളാട്ടോ. ഓക്കെ, അപ്പൊ ആരാ ഇപ്പൊ ഗെയിമിൽ തോറ്റത്? സിസ്റ്റർ തോറ്റുപോയല്ലേ? പക്ഷെ ഞാൻ സിസ്റ്റർ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിച്ചേ? ഉടുപ്പ് അതൊന്നും പറഞ്ഞ ശരിയാ. നീല പച്ച അതൊന്നും അല്ല. തടി കൊണ്ട്. പിന്നെ എങ്ങനെയാ തിരിച്ചറിഞ്ഞേ? ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. നല്ലൊരു പോയിന്റ് അല്ലേ പറഞ്ഞേ. പിന്നെ എന്നാ ഫ്രോമി പറഞ്ഞേ? കൂടെ പഠിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടെ പഠിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രോമിക്ക് ഒരു നല്ല കൈയടി കൊടുത്തേ. ഓക്കെ, എന്ത് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നേ? സ്നേഹം. എന്ത് പറയുമ്പോഴാ? നന്മ, സ്നേഹം. പിന്നെ എന്താ? ഗുണങ്ങള്. ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് അല്ലേ ടോംസ്? എന്താ തോന്നുന്നത് നമുക്ക്? സന്തോഷം തോന്നുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നോട്ട് എന്ത് തീരുമാനം എടുക്കണം? നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, അപ്പച്ചന്മാരായിരിക്കാം, മമ്മി ആയിരിക്കാം, ആരെ കണ്ടാലും എന്ത് പറയും നിങ്ങൾ? നന്മ പറയും. നന്മ പറയുന്ന നാവുകളായി നിങ്ങളുടെ നാവുകൾ മാറണം. സന്തോഷിക്കാനുള്ള മരുന്നുമായി സിസ്റ്റർ റിനി നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഉത്തരം കണ്ടെത്തിയാലോ? സിസ്റ്റർ കുറച്ചു നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നാവുകളൊക്കെ എന്തായി മാറണം? നന്മ സംസാരിക്കുന്ന നാവുകളായി മാറണം. അങ്ങനെ നന്മ സംസാരിക്കണമെങ്കിൽ, മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ, സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ?
സ്തുതിയുടെ ജീവിതം നയിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു? സ്തുതിയുടെ ജീവിതം നയിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആദ്യമായിട്ട് സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയോ മോശയ്ക്ക് എന്തായിരുന്നു ഉത്തരവാദിത്തം? ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു ആരുടെ ദൗത്യം? മോശയുടെ ദൗത്യം. അപ്പൊ സിസ്റ്റർ ബൈബിൾ വായിക്കുമ്പോൾ അതിൽ കണ്ടൊരു വാക്യം സിസ്റ്ററിനെ സ്ട്രൈക്ക് ചെയ്തു. അതെന്താണെന്നറിയോ? മോശ പോയി, ദൈവം പറയുമോ മോശയോട്, നീ പോയി ഫറോയോട് പറയണം. എന്ത് പറയണം? എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ എന്തിനാ വിട്ടു തരണ്ടെന്ന്? വെറുതെ വിട്ടു തന്നാ മതിയോ? എന്തിനാ വിട്ടുതന്നെ? ഒന്നും കൂടി പറഞ്ഞേ. എന്നെ ആരാധിക്കാൻ. എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാനായി നീ വിട്ടു തരണോ എന്ന് ആരോട് പോയി പറയാൻ പറഞ്ഞു? ഫറോയോട്, മോശയോട് പറയാനായിട്ട് ദൈവം പറഞ്ഞു അല്ലേ? അപ്പോൾ വെറുതെ അല്ല, ദൈവത്തിന് ആ ജനത്തെ കൊണ്ട് ആദ്യമായി വേണ്ടത് എന്തായിരുന്നു? എന്താ വേണ്ടത്? ആരാധിക്കാൻ. മക്കളെ, നമ്മളൊക്കെ എന്തിനാ ഈ ഭൂമിയിൽ ജനിച്ചത്? ഡോക്ടർ ആവാനാ? നേഴ്സ് ആവാനാ? അല്ല. നമ്മുടെ അടിസ്ഥാനം നമ്മളിപ്പോൾ ചോദിക്കുക, ഏതാ നമ്മുടെ ലക്ഷ്യം? സ്വർഗം. മിടുക്കരാട്ടോ നിങ്ങൾ, മിടുക്കരാ. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? സ്വർഗം ലക്ഷ്യമാണ്. അപ്പോൾ ഈ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ എനിക്ക് ചിലപ്പോൾ കുടുംബജീവിതവും പിന്നെ സിസ്റ്ററായിട്ടും അച്ഛനായിട്ടും അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടൊക്കെ ഞാൻ ജീവിക്കേണ്ടി വരും, എൻജിനീയറോ അല്ലെങ്കിൽ ഒരു കർഷകനായിട്ടൊക്കെ ഞാൻ ജീവിക്കും. പക്ഷേ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ആത്മീയമായി എനിക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെയും ഉത്തരവാദിത്വം എന്താ? നമ്മൾ പുതിയ ഇസ്രായേലാണ് അല്ലേ? ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ആരാ? നമ്മൾ അല്ലേ? സഭയാണ്. ഇപ്പം നമ്മളാണ് എന്ത്? പുതിയ ഇസ്രായേൽ അല്ലേ? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പം ഇപ്പം നിങ്ങളുടെ മുൻപിൽ മിറിയാം എങ്ങനെ സ്തുതിച്ചേ? കൈകൊട്ടി നൃത്തം ചെയ്ത് സ്തുതിച്ചു എന്നല്ല പറഞ്ഞേ. അതുപോലെ ഒരു വ്യക്തിയും കൂടി സ്തുതിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? ദാവീദ് രാജാവ് എന്താ ചെയ്തേ? കേട്ടിട്ടുണ്ടോ? നൃത്തം ചെയ്ത് സ്തുതിച്ചു എന്നാ പറഞ്ഞ. അതുപോലെ നമ്മുടെ മുൻപിൽ ഒരു ചെറിയ നൃത്തവുമായി നമ്മുടെ സഹോദരിമാർ കടന്നു വരുന്നു. ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം.
അശ്രുകണങ്ങൾ നീക്കിയിടുന്നൽ ലയമായരികിൽ വരൂ ചിരി തൂകും പുലർക്കാലമായി എന്നീ പ്രഭ ചൊരിയൂ അശ്രുകണങ്ങൾ നീക്കിയിടുന്നൽ ലയമായരികിൽ വരൂ പുഞ്ചിരി തൂകും പുലർക്കാലമായി എന്നീ പ്രഭ ചൊരിയൂ വചനാമൃതം പകരും അതിലേ തിരുവഴികൾ തേടി ഞാൻ നീങ്ങാം വചനാമൃതം പകരും അതിലേ തിരുവഴികൾ തേടി ഞാൻ നീങ്ങാം താമക ഭജനമതിൽ ശുചി ചെയ്തൊരു ചിത്തമതാലണയാം തിരുവേദികയിൽ നൽകാം ബലിയായി നിനക്കായി പാടും സ്വരമായി മാറാ സാനിധ മഗ സാ ധനി സഗ മദനി സനിധ മഗ സനി സാനിധ മഗ സാ ധനി സഗ മദനി സനിധ മഗ സനി സാ സാ സ സ സ ധനി സ ധനി സ ധനി രേ 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 സഗ മഗ മഗ സനി സാ സാ സ സ സ ധനി സ ധനി സ ധനി രേ 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 സഗ മഗ മഗ സനി സാ മാ ഗ മ പ മ പ മ ഗ മ ധ ധ ധനി സ ധനി സ ധനി സ സ സ മ മ മ ഗ മ പ മ പ മ ഗ മ ധ ധ ധ ധ ധനി സ ധനി സ ധനി സ മ ഗ നി ഗ സ സ മ ഗ നി ഗ സ ധ സ നി ധ നി പ ധനി സ ഗ മ ഗ മ ധനി സ ഗ സ ഗ മ ധനി സ നി സ ഗ മ ധനി പ ഗ മ ധനി സ ഗ മ ധനി സ ഗ മ ധനി സ നി ധനി സ നി ധനി രി ധനി സ ധനി സ നി സ ഗ മ ഗ സ നി ധ മ ഗ സ ഏഴു സ്വരങ്ങളിൽ തവ സ്തുതി പാടാ ഹൃദയ തമ്പുരുവിൻ നൽശ്രുതി സപ്തസ്വരങ്ങൾ സാഗരങ്ങൾ സപ്തസ്വരങ്ങൾ സാഗരങ്ങൾ സാഗരം പോ സ്തുതിയിൽ നിറയാ സാഗരം പോ സ്തുതിയിൽ നിറയാ ഏഴു സ്വരങ്ങളിൽ തവ സ്തുതി പാടാ ഹൃദയ തമ്പുരുവിൻ നൽശ്രുതി ഈ നൃത്തം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? സന്തോഷം തോന്നിയില്ലേ? എത്ര സന്തോഷത്തോടു കൂടി അവർക്ക് നൽകിയ കഴിവുകളല്ലേ അല്ലേ? നൃത്തം ചെയ്യുക, പാട്ടുപാടുക, കൈകൊട്ടുക, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് എന്തോരം കഴിവുകളുണ്ട്. ആ കഴിവുകളിലൂടെ അവരെന്താ ചെയ്തേ? ഈശോയെ സ്തുതിച്ചപ്പോൾ ചെയ്ത അവർക്കും കണ്ട നമുക്കും എന്ത് തോന്നി? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, പാട്ടുപാടുന്നവൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്? ഇരട്ടി 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് പാടുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത്? 2 പ്രാവശ്യം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത് എന്ത്? ഉച്ചത്തിൽ പാട്ടുപാടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയെ സ്തുതിക്കണം. നമ്മൾ കേട്ടു പല രീതിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന്. എന്നാൽ നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ചാലോ? പാട്ടുപാടി നൃത്തം ചെയ്ത് സന്തോഷത്തോടായിരിക്കാം. സ്തുതിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. നൃത്തം ചെയ്തും പാട്ടുപാടിയും കൈകൊട്ടിയും കൈവീശിയും സന്തോഷത്തോടും ഒക്കെ നമുക്കൊന്ന് സ്തുതിച്ചാലോ? അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്നാൽ സിസ്റ്റർ നല്ലൊരു പാട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ സിസ്റ്ററുടെ കൂടെ പാടുമോ? സിസ്റ്റർ പാടിത്തരാം, നിങ്ങൾ ഏറ്റു പാടണം കേട്ടോ. ദൈവത്തിനാത്മാവ് എന്നിലുണ്ട് എന്നിലുണ്ട്. പാടിക്കേ. ദൈവത്തിനാത്മാവ് എന്നിലുണ്ട് എന്നിലുണ്ട്.
try till you succeed. You should practice till you succeed. എന്നാലേ നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് സിസ്റ്റർ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത അതാണ്. അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിന്നാ പറയുന്നത് അല്ലേ?